subscribe our channel Mummy's Magic Recipes. Hi friends, Assalamu alaikum. Welcome back to our channel. വീഡിയോ കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോന് തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തി പിന്നെ ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു താളുകറി ഉണ്ടാക്കുന്നത്, ചേമ്പിൻ താളുകറിയിൽ ചേമ്പിൻ തണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകിപ്പിക്കുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം വീഡിയോയിലേക്ക് കേൾക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയതും പിന്നെ ഒരു 5 പച്ചമുളക്, ഇവിടെ 3 കാണിച്ചത് കേട്ടോ. പക്ഷേ അത് അരച്ചപ്പോൾ എരിവ് കുറഞ്ഞതുകൊണ്ട് നല്ല 2 കൂടി എടുത്തായിരുന്നു. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമില്ല, അത് കൂടി ചേർക്കുക. എന്നിട്ട് അരച്ചെടുക്കുക. ഇത് 3 ചേമ്പിൻ തണ്ടാണ്. അത് നമ്മൾ തൊലിയൊക്കെ ചീന്തി എടുത്തിട്ട് നുറുക്കി നമ്മൾ പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താണ്. ഒരു 3 വിസിൽ വരെ വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം. അത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ, കാരണം ചേമ്പല്ലേ, അപ്പോൾ ചൊറിച്ചിലുണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് തേങ്ങ അരച്ചതിലേക്ക് 2 ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട് അരയ്ക്കുന്ന സമയത്ത് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. അതിപ്പോൾ ഒരു ലേശം പുളി കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്, അധികം ആവാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടംപുളി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇത് നിങ്ങളൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ആ പുളിവെള്ളവും ചേമ്പുംതാളും ഒക്കെ ഒന്ന് ചേർന്ന് വരുന്ന വരെ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കറിക്ക് ഒരു മഞ്ഞ കളർ ആവശ്യമുള്ളവർക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും ഇടുന്നതിനും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വറവിടുക. ഓക്കെ, ഇതിപ്പോൾ നമ്മളെടുത്തത് വലിയ ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ. ഇപ്പം സാധാരണയായിട്ട് പറമ്പിലൊക്കെ കാണുന്ന ചെറിയ താളില്ലേ, അതുകൊണ്ടും ഇതേമാതിരി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ലോക്ക്ഡൗണൊക്കെ അല്ലേ, സാധാരണ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വിഭവമൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഹെൽത്തിയാണ്, അടിപൊളിയുമാണ്. ഇപ്പം നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് താളിക്കണം. അതിന് വേണ്ടി പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂണ് കടുക് പൊട്ടിക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു അല്പം വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടാൽ താളിപ്പ് റെഡിയായി. ഓക്കെ, നമ്മുടെ നാടൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി പിന്നെ ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ആക്കി വെച്ചാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റും. സോ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, മഅസ്സലാമ, ടേക്ക് കെയർ.